നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീഹരേ. ശ്രീമദ് ഭാഗവത മഹാപുരാണം നവമസ്കന്ധം 20-ാമത്തെ അധ്യായം. ശാകുന്തളം. ഭരതൻ്റെ കഥ. മേനകയുടെയും മേനകയുടെയും വിശ്വാമിത്രൻ്റെയും മകളായിട്ടുള്ള ശകുന്തള. ശകുന്തളയിൽ ദുഷ്യന്തൻ്റെ മകനായിട്ട് ഭരതൻ ജനിച്ചതായിട്ടുള്ള കഥ. പരീക്ഷിത്ത് ജനിച്ചത് പൂരുവംശത്തിൽ. ഈ വംശത്തിൽ രാജർഷികൾ, ബ്രഹ്മർഷികൾ, ദേവർഷികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ജനമേജയൻ, രൗദ്രാശ്യൻ, നമസ്യു, പിന്നെ ഘൃതാചീൽ, ഹൃദയു, സുമതി, കണ്വൻ, രൈഭ്യൻ, മമതാതിഥി. രൈഭ്യൻ്റെ മകനാണ് ഈ ദുഷ്യന്തൻ. ദുഷ്യന്തൻ്റെ നായാട്ട്. ഇടയ്ക്ക് ബ്രാഹ്മണനായിട്ടുള്ള മഹാഋഷിയായിട്ടുള്ള കണ്വാശ്രമത്തിൽ ഈ ദുഷ്യന്തൻ നായാട്ടിൻ്റെ സമയത്ത് എത്തി. അപ്പോൾ അവിടെ ഒരു സുന്ദരിയെ കണ്ടു. ആരാ ചോദിച്ചു. ദേവകന്യാണോ രാജർഷിയാണോ എന്നൊക്കെ രാജകുമാരിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ശകുന്തളയാണ്. അമ്മ മേനക, അച്ഛൻ വിശ്വാമിത്രൻ, കണ്വ മഹർഷി എടുത്തു വളർത്തി. ഇപ്പോൾ ഇവിടെ സത്യസന്ധമായിട്ടുള്ള കാര്യത്തിലാണ് പറയണം. മറ്റത് കണ്ണൻ പറയാണ് എൻ്റെ മകളാണ്, ഞാൻ എടുത്തു വളർത്തിയെന്നോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ വേറെയാണെന്നോ അങ്ങനെയല്ല. നമ്മുടെ ഇന്നത്തെ കപടലോകത്തിൽ അങ്ങനെയാണ്. എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നൊക്കെ പറയും. ദത്തുപുത്രിയാണെങ്കിലും ദത്തുപുത്രനാണെങ്കിലും. അന്ന് അതില്ല. അന്ന് സത്യം എന്താണെന്ന് വെച്ചാൽ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ശകുന്തള പറഞ്ഞു, ഞാൻ കണ്വ മഹർഷിയാണ് എന്നെ എടുത്തു വളർത്തിയത്. അച്ഛൻ മേനകയാണ്, അമ്മ വിശ്വാമിത്രനാണ്. കുശിക വംശത്തിൽ ജനിച്ച ഭവതി നന്മ നല്ലോണം ഉള്ള കുട്ടിയാണല്ലോ. സ്വയംവരത്തിന് അർഹതയുണ്ടല്ലോ. എനിക്ക് ഭവതിയിൽ താല്പര്യമുണ്ട്. ഗാന്ധർവ വിധി പ്രകാരം എന്നെ വേളി കഴിക്കണം എന്ന് ഈ ദുഷ്യന്തൻ ശകുന്തളയോട് പറഞ്ഞു. അപ്പോൾ അവിടെ തടസ്സങ്ങളൊന്നുമില്ല. അച്ഛൻ തടയില്ല, ജനിപ്പിച്ച അച്ഛനോ അമ്മയോ തടയില്ല. ദേവവിധിയുണ്ട്. അപ്പം അതുകൊണ്ട് സ്വയമേവ തന്നെ നിശ്ചയിച്ചു, നടത്തി. അപ്പം ആലോചിക്കണം, ഇന്നത്തെ ലവ് മാരേജ് പോലെയല്ല. ഒരു എതിർപ്പുകളോ ഒന്നും ഉണ്ടാവില്ല. പരസ്പരം അംഗീകരിച്ചു കൊണ്ടാണ്. അതാണ് വിധി, അതാണ്. അപ്പം അങ്ങനെ ദുഷ്യന്തൻ വിവാഹം കഴിച്ചു. പിറ്റേന്ന് മടങ്ങുകയും ചെയ്തു. ഒരു മുദ്രമോതിരം അണിയിച്ചു. അടയാളം, ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ദുഷ്യന്തൻ പിറ്റേന്ന് അവിടുന്ന് മടങ്ങുകയും ചെയ്തു. അപ്പോൾ വിവാഹത്തെക്കുറിച്ച് ശകുന്തള വിസ്തരിച്ച് ഈ കണ്വ മഹർഷിയോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗർഭലക്ഷണങ്ങളൊക്കെ കണ്ടു. സമയമായപ്പോൾ പ്രസവിച്ചു. ആൺകുട്ടിയാണ്. മാത്രമല്ല ഭഗവത് അംശമാണ്. അതിൻ്റെ യോഗ്യതകൾ, ലക്ഷണങ്ങൾ, പ്രകൃതി ഒക്കെ കണ്ടു. അപ്പോൾ ഭരതൻ എന്ന് പേരിട്ടു. വളർത്തി 4-5 വയസ്സായപ്പോഴേക്കും ഈ യോഗ്യതകൾ മുഴുവൻ ആ കുട്ടി കാണിച്ചു. ഉണ്ണി ചെറിയ ഉണ്ണിയാണ്, പക്ഷേ സിംഹത്തെ പോലും കീഴ്പ്പെടുത്താനുള്ള ആ ഒരു കഴിവ് ആ ഉണ്ണിക്കുണ്ടായി. സിംഹത്തിൻ്റെ, പുലിയുടെയൊക്കെ പുറത്ത് കയറുക, പല്ലെണ്ണുക, ഇങ്ങനെയൊക്കെ ഒരു കേട്ടോ. അത്ര ലോഗ്യ വരുതിയിലാക്കി. അങ്ങനെ 6 വയസ്സായപ്പോഴേക്കും ശകുന്തളയും ഭരതനും കൂടിയിട്ട് ഒരു ദിവസം ദുഷ്യന്തനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തോണിയിലാണ് യാത്ര. മനോരാജ്യത്തിലായിപ്പോയി കുറച്ച്. അപ്പോൾ ആ സമയത്ത് മോതിരം താഴെ വീണുപോയി. അതൊരു മത്സ്യം വിഴുങ്ങി. ഈ കാര്യങ്ങളൊന്നും ശകുന്തള ശ്രദ്ധിച്ചേയില്ല. ശകുന്തള ഭരതനെയും കൂട്ടിയിട്ട് ഈ ദുഷ്യന്തൻ്റെ അടുത്തെത്തി. രാജാവിനെ കണ്ടു. രാജാവ് ഈ കാര്യം മറന്നുപോയായിരുന്നു. ഇപ്പം എന്താ കാരണം വെച്ചാൽ, അഗസ്ത്യ മഹർഷി ഒന്ന് വന്നപ്പോൾ ഈ ശകുന്തള ഭർത്താവിനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക.
മഹർഷി വന്നത് മനസ്സിലായില്ല. അപ്പം ശപിച്ചു, നീ ആരെ ഓർത്തിട്ടാണോ ഇപ്പം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ആൾ നിന്നെ മറക്കട്ടെ. ഈ കുട്ടിക്ക് ആ ആളെ മറക്കണ്ട, പക്ഷേ ആ ആൾ നിന്നെ മറക്കട്ടെ എന്ന് ശപിച്ചു. അപ്പം രാജാവിന് ഈ ശകുന്തളയെ മനസ്സിലായില്ല, ഓർമ്മ വന്നില്ല. ഭരതനെ ഗർഭം ധരിച്ച സമയത്ത് ഭർത്താവിനെ ഓർത്ത് ഇരുന്ന ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഈ അഗസ്ത്യൻ ദുർവാസാവ്, അഗസ്ത്യൻ ശപിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ശകുന്തള ഈ കാര്യം ഒന്നും അറിഞ്ഞില്ല. അദ്ദേഹം ശപിച്ചു പോയതോ അതൊന്നും അറിഞ്ഞില്ല. നീ ആരെ ഓർക്കുന്നുവോ അവൻ നിന്നെ ഓർക്കാതിരിക്കട്ടെ എന്നതാണ് ശാപേതാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, അടയാളം കാണിക്കുമെന്നാൽ ഞാൻ നിന്നെ വിവാഹം കഴിച്ചതിൻ്റെ വെച്ചാൽ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാവും. ഇപ്പോൾ അവിടെ മകൻ അടയാളം ഉണ്ട്, അത് പോരാ. അപ്പോൾ വിവാഹമോതിരത്തെക്കുറിച്ച് ഓർമ്മ വന്നു ശകുന്തളയ്ക്ക്. കയ്യിൽ തപ്പി നോക്കുമ്പോഴാവും മോതിരം കാണാല്ലേ. മോതിരം ഇവിടെ നദിയിൽ വീണ് പോയായിരുന്നു. അത് ഒരു മത്സ്യം വിഴുങ്ങിയിട്ട്. അപ്പം അങ്ങനെ ഈ മോതിരം അത് കിട്ടിയാൽ ഓർമ്മ വരും. പക്ഷേ കൊട്ടാരത്തിലേക്ക് തോണിയിൽ പോകുന്ന വഴിക്ക് അത് പോയിട്ടുണ്ടായിരുന്നു. ഈ മത്സ്യത്തിനെ മുക്കുവൻ പിടിച്ചു. അത് കീറിക്കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ മോതിരം കണ്ടു. അപ്പോൾ അത് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്താണ് ആ മുക്കുവൻ അവിടെ വന്നത്. ഈ മോതിരം മുക്കുവൻ കൊടുത്തു രാജാവിന്. അപ്പോൾ രാജാവിന് ഈ അടയാളം കണ്ടു കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നപ്പോൾ ശകുന്തളയെ ഓർമ്മ വന്നു, ആ വിവാഹം ഓർമ്മ വന്നു, കണ്ണാശ്രമത്തിലെത്തിയത് സകല കാര്യങ്ങളും വളരെയധികം വിഷമത്തോട് കൂടിയിട്ടെന്ന് വെച്ചാൽ നിഷേധിച്ചുവല്ലോ, ഓർമ്മ വരാത്തതുകൊണ്ടല്ലേ എന്നുള്ള രീതിയിൽ സ്വീകരിക്കുകയും ചെയ്തു. ഈ ശാകുന്തളം എന്നുള്ളത് മറ്റേ കാളിദാസൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു കൃതിയുണ്ട്. പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ അത് സിലബസിലുണ്ട്, കാവ്യം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു അശരീരി കേൾക്കുകയാണ്, ഇത് അങ്ങയുടെ ഭാര്യയാണ്, അങ്ങയുടെ മകനാണ്, അടുത്ത രാജ്യാവകാശിയാണ് എന്നെല്ലാം അശരീരി കേട്ടു. അതെല്ലാം അതിനനുസരിച്ച് സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ കണ്ണൻ ചില നിയമങ്ങളൊക്കെ പറഞ്ഞു വരുന്നതാണ്. പുത്രൻ്റെ അവകാശി അച്ഛനാണ്, നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് പുത്രൻ, ആത്മാ വൈ പുത്ര. അപ്പം അതുകൊണ്ട് 13 തരത്തിൽപ്പെട്ട പുത്രന്മാരുണ്ട്, എങ്കിലും ഇങ്ങനെയുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാജാവിനും ഭരതനും ശകുന്തളയ്ക്കും ഈ നിയമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് വളരെയധികം ഉപകാരപ്രദമായി. മകനായിട്ട് അംഗീകരിച്ചു. ദുഷ്യന്തൻ പിന്നെ സമയം വന്നു കഴിഞ്ഞപ്പോൾ മരിച്ച് ആ സമയത്ത് രാജകുമാരനാക്കിയിട്ടുണ്ടായിരുന്നു, രാജാവായി ഭരതൻ. എല്ലാ അടയാളങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ചക്രരേഖ അടക്കം ആ താമര കയ്യിലുണ്ട്. ഭരതൻ ചക്രവർത്തിയായി. അങ്ങനെ മാമതേയ മഹർഷി ഒരു മഹാഋഷിയാണ്. അദ്ദേഹം സാധാരണക്കാരനെ മഹർഷികൾ കുറേ ഉണ്ടല്ലോ, അതിനേക്കാട്ടിലൊക്കെ എത്രയോ മീതിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അതുകൊണ്ട് ഈ വിഷ്ണു അംശമായിട്ടുള്ള ഭരതനും അതേപോലെ തന്നെ സാധാരണ മനുഷ്യരാണ്. അപ്പോൾ ആ സമയം 188 യാഗം ചെയ്തു ഈ ഭരതൻ. 13,084 പശുദാനം എല്ലാ യാഗത്തിലും ചെയ്തു. കർമ്മയോഗം കൊണ്ട് പ്രാരബ്ധം വരാതെ കണ്ട് ഈ ഭരതൻ മുക്തിക്ക് അർഹത നേടി. ഭരതൻ ചെയ്തത് ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല. 14 ലക്ഷം ആനകളെ ദാനം ചെയ്തിട്ടുണ്ട്. അധർമ്മികളെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിച്ച് സർവത്ര സമാധാനം ഉണ്ടാക്കി. ധർമ്മം മാത്രം ആ രാജ്യത്തല്ല ഭൂമിയിൽ മുഴുവൻ. അങ്ങനെ ദേവസ്ത്രീകളെ ഒരിക്കൽ കട്ടതായിട്ടുള്ള അസുരന്മാരെ തോൽപ്പിച്ച് അപ്സരസുകളെ സ്വർഗത്തിലെത്തിച്ചു. 27,000 വർഷം രാജ്യം ഭരിച്ചു. ശകുന്തള അത്ര കേമ ആ ഭരതൻ്റെ വീര്യം. വിദർഭ രാജകുമാരിമാരായിട്ടുള്ള 3 പേരെ കല്യാണം കഴിച്ചു. ഓരോരുത്തർക്കും ഓരോ പുത്രന്മാരുണ്ടായി. രാജാവ് വിഷ്ണുവംശമാണ്, കുറച്ചൊരു പരശുരാമനെ പോലെയാണ്, ഗൗരവം കൂടുതലാണ്. എന്നാൽ ശുണ്ഠിയില്ല. പരശുരാമന് ശുണ്ഠിയുണ്ട് അത്രേ, ഭരതന് ശുണ്ഠിയില്ല, ഗൗരവമുണ്ട് അത്രയാണ്. അപ്പോൾ ഭരതൻ ഒരിക്കൽ ഈ പത്നിമാരുടെ ഒരു ആക്ഷേപം കേട്ടു, തമാശയൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ ഒരു ഫലിതം ആവാം എന്ന് വിചാരിച്ചിട്ട് ഈ പത്നിമാരെ കുളിച്ചു. ഇപ്പോൾ 3 പുത്രന്മാർ, ഓരോ പത്നിക്ക് ഓരോ ഉണ്ണിയുണ്ട്.
അവരെ മടിയിലിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്നിമാരെ വിളിച്ചിട്ട് മുമ്പിലിരിക്കുകയാണ്. ആ കുട്ടി ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങളുടെ പുത്രന്മാർക്കൊന്നും എൻ്റെ ഛായയില്ല. എന്നിട്ട് രാജാവ് ഉറക്കെ കൈയൊട്ടിയാണ് ചിരിച്ചു. പക്ഷേ പത്നിമാർക്ക് ഈ ചിറിയും പ്രശ്നമായി, രാജാവ് ഈ പറഞ്ഞതും പ്രശ്നമായി. എൻ്റെ ഛായയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ രാജാവിൻ്റെ മക്കളല്ല, വേറെ ആരുടെയോ മക്കളാണ്. അപ്പോൾ പാതിവ്രത്യത്തിന് ഭംഗം വന്നു. അപ്പോൾ രാജാവ് തങ്ങളെ ഉപേക്ഷിക്കില്ലേ? രാജാവ് അത്രയും കേമനാ, സ്നേഹം വളരെ കൂടുതലാണ്, വല്ലാത്തൊരു പ്രേമവും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈശ്വരൻ തന്നെയാണ്, ഈശ്വരൻ്റേതായിട്ടുള്ള എല്ലാ കഴിവുകളും ലോകർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ തങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമായി. അപ്പോൾ അതുകൊണ്ട് ഈ 3 കുട്ടികളെയും വെള്ളത്തിൽ മുക്കിയായിട്ട് കൊന്നു. രാജാവിനും വിഷമം ഉണ്ടായില്ല, ഈ റാണിമാർക്കും വിഷമം ഉണ്ടായില്ല. പക്ഷേ പ്രജകൾക്കൊക്കെ പ്രശ്നമായി. കാരണം പിന്നീട് കുട്ടികളുണ്ടാവുമോ എന്താ കഥ നിശ്ചലാണ്ടേ, കുറച്ചൊരു സമയം വൈകിയ പോലെ. ഈ രാജ്യം ഭരിക്കാനൊരു അവകാശി വേണ്ടേ? അപ്പോൾ മഹർഷിമാരൊക്കെ കൂടിയിട്ട് തീരുമാനിച്ചു ഒരു യാഗം ചെയ്യാം. അങ്ങനെ മരുത്സോമം എന്ന സോമയാഗം അത് ചെയ്തു. മരുത്സോമം എന്നാണ് യാഗത്തിൻ്റെ പേരതാണ്, മരുത്സോമം. അപ്പോൾ മരുത്തുക്കൾ ഭരദ്വാജനെ പുത്രനായിട്ട് നൽകി. ഭരദ്വാജൻ എന്ന പേരായിട്ടൊരു ഉണ്ണി ഉണ്ടാകും. ബൃഹസ്പതിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള ബൃഹസ്പതിയുടെ ജ്യേഷ്ഠനാണ് ഉദത്യൻ. ഉദത്യൻ്റെ പത്നി മമത. ആ മമത ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ബൃഹസ്പതിക്ക് ഉണ്ണി ഉണ്ടാവാനുള്ള സമയമാണ്. ആ സമയത്ത് പത്നി അവിടെ ഇല്ല, വേറെ സ്ത്രീകളൊന്നും കണ്ടില്ല. അപ്പോൾ ഏട്ടൻ്റെ ഭാര്യ, ഏട്ടനും ഇല്ല അവിടെ. ഏട്ടൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു സന്താനത്തിനുള്ള യോഗമുണ്ട്, അതുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാപിച്ചു. സ്ത്രീ ഭോഗവസ്തുവാണ്. അപ്പം അതുകൊണ്ട് അത് അന്നത്തെ കാലം കേട്ടോ, ഇന്നത്തെ കാലമല്ല, അല്ലെങ്കിൽ അതിന് തർക്കം വേണ്ട. ഇവിടെ അങ്ങനെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക, അത് പാഖണ്ഡവും. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു വിഷയമില്ലേ. നമ്മളെ സംബന്ധിച്ച് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്, ദേവിയാണ്. പത്നി ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ മാതൃഭാവത്തിലാണ്. കുമാരി പോലും നമ്മൾ അമ്മ എന്നാ കണക്കാക്കാറ്. 2 വയസ്സ് കഴിഞ്ഞാൽ അമ്മയെ, മറ്റേത് ഈശ്വരിയാണ് ഇനി, അതിൻ്റെ അല്ല, പൂജിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ വസിഷ്ഠൻ്റെ ആ ഒരു പ്രയോഗത്തെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മമത അത് സ്വീകരിച്ചു. പക്ഷേ വയറ്റിലുള്ള ഉണ്ണി അത് സമ്മതിച്ചില്ല. യോനി ദ്വാരം അടച്ചു, കാലുണ്ട്. അപ്പോൾ സുഖം നഷ്ടപ്പെട്ടപ്പോൾ വസിഷ്ഠൻ ശപിച്ചു, നീ അന്ധനാവട്ടെ. അപ്പം മമതയുടെ ഉള്ളിലുള്ള ഉണ്ണി അന്ധനായി. ഈ ബീജം അപ്പോഴേക്കും പുറത്തേക്ക് വന്ന് ഭൂമിയിൽ വീണു. ഭൂമിയിൽ വീണപ്പോൾ മമതയ്ക്ക് താല്പര്യമില്ല. കാരണം വസിഷ്ഠൻ്റെ പുത്രനെ ഇപ്പം ഞാൻ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഉദത്യൻ്റെ പുത്രനുണ്ട്, അത് മതി. വസിഷ്ഠനും ഇങ്ങനെ ഉപേക്ഷിച്ച സ്ത്രീയുടെ പുത്രൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതും വസിഷ്ഠനും ഉപേക്ഷിച്ചു. അപ്പോൾ ആ 2 പേരും പിന്നെ വളർന്നത് മറ്റൊരു ഋഷി വളർത്തിയിട്ടാണ്. അപ്പോൾ ഈ താഴത്തേക്ക് വീണ കുട്ടിയാണ് ഭരദ്വാജൻ. മമതയും ബൃഹസ്പതിയും ഉപേക്ഷിച്ചത് കൊണ്ട് ദേവന്മാർ ഈ 2 പേരോടും പറഞ്ഞു കുട്ടികളെ ഉപേക്ഷിക്കരുത് എന്ന്. പക്ഷെ കൂട്ടാക്കിയില്ല. അപ്പോൾ ദേവകൾ മരുത്തുക്കളോട് പറഞ്ഞു, നിങ്ങൾ ഈ ഭരദ്വാജനെ വളർത്തണം, ഭാവിയിൽ വിഷ്ണു ഭരതനായിട്ട് ജനിക്കും. അപ്പോൾ ആ ഭരതന് കുട്ടികളില്ലാത്തൊരു സാഹചര്യം വരും, അന്ന് കൊടുക്കണം എന്ന് കരാറാക്കി. അങ്ങനെ മരുത്തുക്കൾ വളർത്തിയതായിട്ടുള്ള ആ ഉണ്ണിയാണ് ഈ ഭരതന് ഈ വായുക്കൾ, മറ്റേ വായുദേവൻ കൊണ്ടുവന്ന് കൊടുത്തത്. അതാണ് ഭരദ്വാജൻ എന്ന പേര്. ആ ഉണ്ണി വിദധൻ എന്ന പേരിൽ വളർന്നു എന്നാണ്. ദത്തെടുത്തുള്ള കുട്ടിയാണ്, ദത്ത് പോലെയാണ് സ്വീകരിച്ചത്. അപ്പോൾ ബൃഹസ്പതിയുടെ ഏട്ടൻ്റെ ഭാര്യ മമത ഗർഭിണി, ഉദത്യൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ വസിഷ്ഠൻ പ്രാപിച്ചു. അതിൽ ഉള്ളിൽ ഇരിക്കുന്ന ഉണ്ണി അതിനെ തടുത്തപ്പോൾ ബൃഹസ്പതി ശപിച്ചു, അന്ധനായിട്ട് ആ ഉണ്ണി പോയി. പിന്നെ ഈ ബൃഹസ്പതിയുടെ ബീജം അത് ഭൂമിയിൽ വീണു, അതൊരു ഉണ്ണിയായി ഭരദ്വാജൻ എന്നുള്ള പേരിൽ.
ആ ഉണ്ണിയെ മമതയും കുട്ടിയുടെ അമ്മയും ഈ ഉണ്ണിയുടെ അച്ഛനും ബൃഹസ്പതി ഉപേക്ഷിച്ചു. ദേവന്മാർ പറഞ്ഞിട്ടും കൂട്ടാക്കാതെ കണ്ട് ദേവന്മാർ വളർത്തി. 2 തവണ പറയാണ് കഥ, ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മരുത്തുകൾ വളർത്തി ആ ഉണ്ണിയെ ഈ വിഷ്ണു അംശമായിട്ടുള്ള ഭരതൻ്റെ സന്താനമില്ലാത്ത ആ സമയത്ത് ഈ ഉണ്ണിയാണ് രാജ്യം ഭരിക്കേണ്ടത്. അപ്പോൾ ആ ഉണ്ണിയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദേവന്മാർ ഇങ്ങനെ പറഞ്ഞത്. മരുത്തുക്കൾ വളർത്തി ഈ ഉണ്ണിയെ കൊടുത്തു. ഭരദ്വാജൻ വിദധൻ എന്ന പേരിൽ രാജാവകാശിയായിട്ട് ആ ഉണ്ണിയെ പിന്നീട് ചക്രവർത്തിയാക്കുകയും ചെയ്തു. പിന്നീട് പറയണത് രന്തിദേവൻ എന്നുള്ള ബൃഹസ്പതി, വിദധൻ, മഞ്ഞു, ബൃഹക്ഷത്രൻ, നരൻ, സകൃതി, രന്തിദേവൻ, ഗർഗൻ, ഇങ്ങനെയൊക്കെയാണ് ആ പരമ്പര. അപ്പോൾ അതിൽ ദേവന്മാർ പോലും രന്തിദേവനെ വാഴ്ത്തുന്നു. ജനങ്ങൾ അത്രയും കൂടുതൽ ഇഷ്ടപ്പെടുന്നു, എന്നും ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ രന്തിദേവനൊരു കുഴപ്പമുണ്ട്, അന്യരുടെ ദുഃഖം കാണാൻ വയ്യ. എന്ത് ദുഃഖമായാലും ശരി അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. വിശപ്പാച്ചാൽ അത്, പൈസ വെച്ചാൽ അത്, അല്ല വേറെ എന്താ വെച്ചാൽ രോഗാച്ചാൽ അതിന് എന്താ വേണ്ട വെച്ചാൽ അത് ചെയ്തു കൊടുക്കും. അങ്ങനെ അപ്പം അങ്ങനെ എന്തും ദാനം ചെയ്യും. അങ്ങനെ ദാനം ചെയ്ത് സ്വന്തം എന്നുള്ള പറയാനൊന്നുമില്ലാണ്ടേ. അപ്പം അതിൽ നിയമം പറഞ്ഞിട്ടുണ്ട്, രാജാവിന് 1/6 ടാക്സായിട്ട് കിട്ടുക, കരംപിരിവ്. ഈ 1/6 1/6 സ്വന്തം എന്ന നിലയ്ക്ക് പേഴ്സണലായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ സ്വത്ത് മുഴുവന് ദാനം ചെയ്യുകയാണ്. കിട്ടിയത് മുഴുവന് ദാനം ചെയ്ത് ആവശ്യക്കാരിങ്ങനെ വരികയും ചെയ്തു. അങ്ങനെ ദാനം ചെയ്ത് ആഹാരം പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു. രാജാവിന് ദാനം ഇങ്ങോട്ട് വാങ്ങാൻ പാടില്ല. അപ്പോൾ അതൊരു വലിയ കുഴപ്പമായി. അങ്ങനെ 48 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നു. സാധാരണഗതിയിൽ അസാധ്യമാണ്, പക്ഷെ ഉപാസന കൊണ്ട് അത് സാധിച്ചു. 49-ാം ദിവസം ആരോ കുറച്ച് പായസമോ വെള്ളമോ ഒക്കെ കൊടുത്തു. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് ഒരു ബ്രാഹ്മണൻ വന്നത്. അപ്പോൾ കിട്ടിയ ഭക്ഷണത്തിൻ്റെ പകുതി ആ ബ്രാഹ്മണന് കൊടുത്തു. അത് ബാക്കിയുള്ളത് കഴിക്കാതിരിക്കുമ്പോഴാണ് ഒരു ശൂദ്രൻ വന്നത്. ആ ശൂദ്രന് ആ കിട്ടിയ ഭക്ഷണത്തിൻ്റെ പകുതി കൊടുത്തു. ശൂദ്രനും ആഹാരം കഴിച്ചു പോയി. പിന്നെ ഒരു നായാടി 4 നായ്ക്കളെ ആയിട്ട് കൊണ്ടുവന്നു. അവരെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് കിട്ടിയ ഭക്ഷണത്തിൻ്റെ ബാക്കി കൊടുത്തു. കിട്ടിയ ഭക്ഷണത്തിൻ്റെ പകുതി കൊടുത്തു. അപ്പോഴേക്കും വെള്ളം മാത്രമായി ബാക്കി. അതൊട്ടും ഉണ്ടാകുന്നില്ല കൊടുക്കാനേ. അപ്പോൾ അത് മുഴുവനെ കൊടുത്തു. നായാടിക്ക് അത് മുഴുവൻ കൊടുത്തു. പിന്നെ വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഒരു ചണ്ടാളൻ ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വരണം. അപ്പോൾ ആ ചണ്ടാളന് ബാക്കിയുള്ള വെള്ളം കൂടിയും കൊടുത്തു. അതാ കൊടുക്കുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഒരു പാട്ട് പാടിയിട്ട്, ഭഗവാനെ, എനിക്ക് സിദ്ധിയും മോക്ഷവും ഒന്നും വേണ്ട, അന്യരുടെ ദുഃഖം അവർക്ക് കൊടുക്കാതെ കണ്ട് ഈ വെള്ളം അങ്ങ് സ്വീകരിച്ച്, ഇപ്പോൾ ഈ ചണ്ടാളനിലുള്ള അങ്ങ് ഈ വെള്ളത്തെ സ്വീകരിച്ച് അവരുടെ ദുഃഖത്തെ അങ്ങ് തീർക്കണം. അതിൽ ദുഃഖം ബാക്കി വരികയാണെന്ന് വെച്ചാൽ ആ ദുഃഖം എനിക്ക് തന്നോളൂ. ഇദ്ദേഹം ജലം കഴിക്കുമ്പോൾ എല്ലാവരുടെ ദാഹവും തീരും. കാരണം ഇത് സ്വീകരിക്കുന്നത് ഭഗവാനാണ്. അപ്പം എൻ്റെ ദാഹവും തീർന്നോളും. തീരാതിരിക്കുക, അത് വിഷയമല്ല. എല്ലാവരുടെ ദുഃഖവും എനിക്ക് തരൂ, മറ്റുള്ളവർ സുഖിക്കണം. ഭഗവാനാണ് ബ്രാഹ്മണൻ, ശൂദ്രൻ, നായാടി, ഈ ചണ്ടാളൻ ഇങ്ങനെയൊക്കെ വേഷം മാറിയിട്ട് വന്നത്. ത്രിമൂർത്തികളാണെന്നും പറയുന്നുണ്ട്. ഏതായാലും ത്രിമൂർത്തികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം രന്തിദേവനോട് ചോദിച്ചു, എന്താ വരം വേണ്ടത് ചോദിച്ചു. രന്തിദേവൻ വരം വാങ്ങിയില്ല എന്ന് മാത്രമല്ല, ഇവരെ 3 പേരെയും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. ഈ സത്രജ സമോ ഗുണങ്ങളെ വിട്ടു. കാരണം അത്രയും രാജർഷി പദവിയുണ്ട്. അത് കാരണം ഇതൊന്നും വിഷയമില്ല. രാജർഷിയല്ല, ബ്രഹ്മർഷി ആയിരുന്നു ആ സമയത്തേക്ക്. ഗർഗൻ്റെ ഈ ഉപദേശം എന്താ പറയണ ശില. ഏതായാലും അത്രയും കൂടുതൽ മഹാപുണ്യം എന്നൊന്നും പറഞ്ഞാൽ പോലെ അത്രയും പുണ്യമാണ്. അതുകൊണ്ട് മുക്തി നേടി ആ രന്തിദേവൻ. ബാക്കിയുള്ള എല്ലാവരും ഇതേപോലെ ബ്രാഹ്മണരായിട്ടാണ് ആ രാജവംശത്തിൽ അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാരാണെങ്കിലും ബ്രാഹ്മണ വൃത്തികളാണ് അവർ ചെയ്തിരുന്നത്, ക്ഷാത്രവൃത്തിയല്ല. ക്ഷത്രിയരുടെ പണിയൊക്കെ എടുത്തു, പക്ഷേ ബ്രാഹ്മണരെ പോലെയാണ് ജീവിച്ചത്. അതാണ് പിന്നെ പറയുന്നത്. ഈ വംശത്തിൽ
ത്രയ്യാരുണി കവി, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ടായി. പിന്നെ വിദഥൻ്റെ മൂത്ത പുത്രനായിട്ടുള്ള ബൃഹൽക്ഷത്രൻ, ആ ബൃഹൽക്ഷത്രൻ്റെ വംശത്തിലെ ഹസ്തിനാപുരം ഉണ്ടാക്കിയത് ഈ ഹസ്തി എന്ന രാജാവാണ്. പിന്നെ അജമീഠൻ കുറേ വംശങ്ങളൊക്കെ ഉണ്ടാക്കി. ജയദ്രഥൻ, ഈ സേനജിത്ത്, പ്രാജ്ഞൻ, ബ്രഹ്മദത്തൻ, വിശ്വക്സേനൻ, സത്യധൃതി, സുമതി, പിന്നെ കൃതി, ഹിരണ്യനാഭശിഷ്യൻ, 6 സാമസംഹിതകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മഹാകേമൻ ജ്ഞാനി. പിന്നെ സുവീരൻ, രിപുഞ്ജയൻ, പിന്നെ പുരുമീഠൻ, നീലൻ, സുശാന്തി, അർക്കൻ, സഞ്ജയൻ, പിന്നെ ഭർമ്യാശൻ, അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ 5 പേര്. പഞ്ചാലന്മാർ, അവർ 5 പേര് കൂടിയിട്ട് പഞ്ചാലം ഉണ്ടാക്കി. അതാണ് പാഞ്ചാല രാജാവ്. ഇത് പാഞ്ചാലിയുടെ അച്ഛൻ പാഞ്ചാല രാജാവ്. പിന്നെ മുദ്ഗലനിൽ നിന്ന് ബ്രാഹ്മണര്, ദിവോദാസൻ, അഹല്യ, ഇരട്ടകൾ. ഈ അഹല്യയാണ് ഗൗതമൻ വേട്ടത്. അവർക്ക് ശതാനന്ദൻ എന്ന മകനുണ്ടായി. സീതയുടെ അച്ഛൻ ജനകൻ്റെ പുരോഹിതനായിട്ട് ഈ ഗൗതമൻ്റെയും അഹല്യയുടെയും പുത്രൻ ആയിട്ടുള്ള ശതാനന്ദനാണ് ഉണ്ടായത്. പിന്നെ സത്യധൃതി, ശരദ്വാന് 2 മക്കള്. അതിൽ 1 ആണും 1 പെണ്ണും. ശന്തനു രാജാവ് അവരെ എടുത്തു വളർത്തി. കൃപി എന്ന പേര്. കൃപിയെ ദ്രോണര് വേട്ടു. അതിലാണ് അശ്വത്ഥാമാവ് ഉണ്ടായത്. കൃപര് ഈ കൗരവന്മാർക്ക് ഗുരുവായിട്ട്, ചിരഞ്ജീവിയായിട്ട് വാഴുകയും ചെയ്തു. പിന്നെ പാണ്ഡവ വംശവർധന വിസ്തരിച്ച് പറഞ്ഞു. അതിനുശേഷം ഈ കൃഷ്ണൻ്റെ വംശവർധന എന്ന് വെച്ചാൽ യാദവരുടെ വംശവർധന, വസുദേവരുടെ വംശവർധന, 18 പത്നിമാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. അത് മുഴുവൻ എങ്ങനെയാണ് പറയേണ്ടത് ചോദിച്ചാൽ മനസ്സിലാത്തതുകൊണ്ട് വംശം വളരെ വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ഇതിൽ ശ്രീകൃഷ്ണനായിട്ട് ഭഗവാൻ അവതരിക്കുകയും ചെയ്തു. അതിനുശേഷം ശ്രീകൃഷ്ണൻ്റെ അതിഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഭഗവാൻ സ്വതേ അജനാണ്, ജന്മമില്ല, സാക്ഷിയാണ്, പരിപൂർണതമനാണ്, അങ്ങനെ പല പ്രത്യേകതകളുണ്ട്. എങ്കിലും ഭൂഭാരഹരണാർത്ഥം ചെയ്ത എല്ലാ ലീലകളും വളരെയധികം എല്ലാവരാലും പുകഴ്ത്തപ്പെട്ടു. ഈ ഭഗവത് കഥ സ്മരിച്ചുകൊണ്ട് എല്ലാവരും മുക്തി നേടി എന്ന് പറഞ്ഞ് 9ാം സ്കന്ധത്തെ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഈ 6 കുട്ടികളുണ്ടായത് ഒരു സൂചനയായിട്ട് അവിടെ പറയുന്നുണ്ട്. ഷഡ്ഗർഭന്മാർ മരിച്ചു. അതിനുശേഷം സംഘർഷണം തൊട്ടുള്ള കുട്ടികൾ. ഓരോ കൊല്ലം ഓരോ ഉണ്ണികളുണ്ടായി ദേവകി വസുദേവന്മാർക്ക് എന്നൊക്കെയാണ്. ആ വസുദേവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ പിന്നെ വിസ്തരിച്ച് ഈ 10ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഈ 9ാം സ്കന്ധം വരെ നമ്മൾ സൂചിപ്പിച്ചു വെച്ചു. ഇനി 10ാം സ്കന്ധം തൊട്ട് നമുക്ക് പറയാം. അത് ആദ്യം ഏകാദശം പറഞ്ഞിട്ട് 10ാം സ്കന്ധം വേറെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, യൂട്യൂബിൽ ഉണ്ടാവും അത്. അപ്പോൾ ആദ്യം ഏകാദശ സ്കന്ധമാണ് പറയുന്നത്, പിന്നീടാണ് 10ാം സ്കന്ധം പറയണത്. അടുത്തതിൽ ഏകാദശ സ്കന്ധം തുടങ്ങി വയ്ക്കാം. അപ്പോൾ അതിൽ ഈ വംശം മുഴുവന് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഏകാദശ സ്കന്ധത്തിൽ ശ്രീ ശിവമഹർഷി രാമകൃഷ്ണന്മാരെ കുറിച്ചിട്ട് പറയാണ്. ദുഷ്ടരാജാക്കന്മാരെ സംഹരിച്ച് ഭൂഭാരമൊക്കെ തീർത്ത് കൗരവാദികളുടെ ദുഷ്ടതയൊക്കെ മുഴുവനാക്കി ഇല്ലാണ്ടിയാക്കി പാണ്ഡവരെ കൊണ്ട് നന്നായിട്ട് തന്നെ രാജ്യം ഭരിപ്പിച്ചതായിട്ടുള്ള ഒരു രംഗം. അതേപോലെ 110 കോടി യാദവന്മാരുണ്ടായിരുന്നു. ഈ കൃഷ്ണൻ സ്വയമേവ ചിന്തിക്കുകയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ ഈ യാദവര് ഒരു പക്ഷേ വല്ലാതെ കണ്ട് വിഷമിപ്പിക്കും എല്ലാവരെയും. കാരണം അത്രയും ഓജസ്സും തേജസ്സും ഉണ്ട്. അതുകൊണ്ട് ആ വംശം നശിപ്പിക്കണം, അതിനെന്താ വേണ്ടേ എന്നിങ്ങനെ സ്വയമേവ ആലോചിച്ചു. അപ്പോൾ ഇവരെ തമ്മിൽ അടിച്ച് മരിപ്പിക്കുകയാണ് നല്ലത് എന്ന് സ്വയമേവ ചിന്തിച്ചു. അതിന് ഒരു ബ്രാഹ്മണ ശാപം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടത്താൻ ഭഗവാൻ നിശ്ചയിച്ചു. കൃഷ്ണൻ അങ്ങനെ ഈ സാമ്പനെ കൊണ്ട് ഒരു പെൺവേഷമൊക്കെ കെട്ടിച്ച് ഭഗവാന്റെ മക്കൾ തന്നെ സപ്തർഷികളോട് ചോദിച്ചു, ഈ പെൺകുട്ടിയുടെ
ഉദരത്തിലുള്ള ഉണ്ണി ആണാണോ പെണ്ണാണോ ചോദിച്ചു. സപ്തർഷികളൊന്ന് തിരിഞ്ഞു നോക്കി നല്ലോണം സാമ്പനെ കണ്ടു. അപ്പം ഇത് ആണുമല്ല പെണ്ണുമല്ല, ഇരുമ്പൊലയ്ക്കാണ്. ഈ ഇരുമ്പൊലയ്ക്ക പ്രസവിച്ച് കഴിഞ്ഞാൽ ഇരുമ്പൊലയ്ക്ക കൊണ്ട് നിങ്ങളുടെ വംശം മുഴുവൻ നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ബ്രാഹ്മണർ പോയി. ഇത് കേട്ടപ്പോൾ വലിയ വിഷമായി. അവരിത് അഴിച്ചു നോക്കിയപ്പോൾ അതിൽ ഇരുമ്പൊലയ്ക്കുണ്ട്. വേഗം ഉഗ്രസേനോട് ചെന്ന് കാര്യം പറഞ്ഞു. രാജാവേ, ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞെന്താ അറിയോ? കൃഷ്ണനോട് പറയണ്ട, കൃഷ്ണൻ്റെ മക്കളാണേ, മക്കളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും, കൃഷ്ണനോട് പറയണ്ട എന്ന് പറഞ്ഞു. സ്വകാര്യമായിട്ട് ഈ സൈന്യങ്ങളെ വിളിച്ച് യാദവരെല്ലാവരും കൂടിയിട്ട് നാരായണീ സേനയും കൂടി ഉണ്ടാവുന്നാക്കിയതാണ്. കാരണം ഈ സകലവിധ ഉപായങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് രഹസ്യമായിട്ട് അത് രാവി പൊടിച്ച് ആ പൊടി കടലിൽ അങ്ങോട്ട് കലക്കി ഒരു കഷ്ണം ബാക്കി വന്നു അത്രേ. ഇത് രാവിയ പൊടിയണില്ല. അപ്പം അത് വലിച്ചെറിഞ്ഞു കടലിലേക്ക്. ഈ പൊടിയൊക്കെ ക്രമേണയായിട്ട് പ്രഭാസ തീർത്ഥത്തിൽ വന്ന് അടിഞ്ഞുകൂടി അത് ഏരകപ്പുല്ലായിട്ട് വളർന്നു. ഇരുമ്പൊലയ്ക്ക പോലെയുള്ള ഒലയ്ക്ക വണ്ണത്തിൽ ഒലയ്ക്കയുടെ ശക്തി, ഇരുമ്പൊലയ്ക്കയുടെ എത്ര ശക്തി ഉണ്ടോ അത്രയും ശക്തിയോട് കൂടിയിട്ടാണ് നിൽക്കണത്. ഈ ഇരുമ്പിൻ്റെ കഷ്ണം അതൊരു മത്സ്യം തിന്നു. അപ്പോൾ അതൊരു മുക്കുവന് പിടിക്കാൻ പറ്റി. മുക്കുവൻ അതിനെ കീറി നോക്കിയപ്പോൾ ഈ ഇരുമ്പിൻ്റെ കഷ്ണം കിട്ടി. അപ്പോൾ മുക്കുവൻ ഒരു വേടനും കൂടിയാണ്, ജര എന്നാണ് പേര്. ആ ഇരുമ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് തൻ്റെ വില്ലിൻ്റെ അറ്റത്ത്, അത് ശല്യം എന്നതിന് പറയാം, ഇരുമ്പ് പിടിപ്പിക്കാറുണ്ട്. അങ്ങനെ ആ ഇരുമ്പ് പിടിപ്പിച്ചു. ആ ഇരുമ്പ് ഈ കൃഷ്ണൻ്റെ പാദത്തിൽ കൊള്ളിച്ചു അബദ്ധവശാൽ. കൃഷ്ണൻ ഈ ശാപവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് ആൽത്തറയിൽ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേടൻ അത് കൂടെ പോണു. അപ്പോൾ ഈ ഭഗവാന്റെ തൃപ്പാദം കണ്ടപ്പോൾ അത് മാനിൻ്റെ മുഖം പോലെ തോന്നി. അമ്പ ചെയ്തപ്പോൾ കൃഷ്ണൻ്റെ കാലിൻ്റെ മർമ്മത്തിൽ കൊണ്ടു. ഉള്ളം കാലിലൊരു മർമ്മമുണ്ട്, ആ മർമ്മത്തിൽ കൊണ്ടു. അപ്പോൾ ഭഗവാൻ നിലവിളിക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. അമ്പിൻ്റെ പിന്നാലെ വേടൻ വന്നപ്പോഴാണ് ഭഗവാനെ കണ്ടത്. അമ്പ് ഭഗവാന്റെ തൃപ്പാദത്തിൽ കണ്ടു. അപ്പോൾ വേഗം ഭഗവാനെ നമസ്കരിച്ചു. എന്നെ ഇപ്പം തന്നെ ശിക്ഷിക്കണം, ഇനി വെച്ച് ഇരിക്കരുത്, കാരണം ഈ പാപമൊന്നും സഹിക്കാനുള്ള ത്രാണി എനിക്കില്ല. അപ്പോൾ അങ്ങേക്ക് ശിക്ഷയല്ല, അങ്ങ് ആദ്യം വൈകുണ്ഠത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങ് ബാലിയായിരുന്നു, അങ്ങയെ ഞാൻ ഇതേപോലെ ശ്രീരാമനായിരുന്നപ്പോൾ ഒളിയമ്പ ചെയ്തിട്ട് വധിച്ചതാണ് എന്നെല്ലാം പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, പറയാതെ കൊണ്ട് പറഞ്ഞതാണ്. ഏതായാലും അങ്ങ് വൈകുണ്ഠത്തിലേക്ക് പോയിക്കോളൂ, അങ്ങക്ക് ഇനി ഒരു ജന്മം വേണ്ട കേട്ടോ എന്ന് അനുഗ്രഹിച്ചു. ഭഗവാനെ പ്രദക്ഷിണം വെച്ച് വൈകുണ്ഠത്തിലേക്ക് വേടൻ പോയി. ആ സമയത്താണ് ഈ ഉദ്ധവൻ്റെ വരവും. ഉദ്ധവനും മൈത്രേയനും കൂടിയിട്ട് ശ്രീകൃഷ്ണൻ നിന്ന് ആ ഉപദേശത്തെ കേൾക്കുന്നതായിട്ട് രംഗങ്ങളൊക്കെ.